NSSും SNDPയും തങ്ങളുടെ പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒരു പുതിയ തലങ്ങളിലെത്തും. പാർട്ടിക്കകത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെടുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾ ജാതിമത ശക്തികളുടെ അടിമകളാകരുതെന്ന് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടും VD സതീശനെ പിന്തുണച്ച് ചെറിയാമ്പലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രദ്ധേയമാണ്. ചെന്നിത്തലയെ NSSും SNDPയും ക്ഷണിച്ചതിൽ അതീവ അസന്തുഷ്ടിയുള്ള സതീശന് വേണ്ടിയാണ് ചെറിയാമ്പലിപ്പ് ഇപ്പോൾ ഈ പോസ്റ്റുമായി രംഗത്തെത്തിയത്. അതിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയാമ്പലിപ്പ് പറയുന്നത് സാമുദായിക സമനീതി എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളാരും ജാതിമത ശക്തികളുടെ അടിമകളാകരുതെന്നാണ്. എല്ലാ സമുദായ വിഭാഗങ്ങളുമായും സഹവർത്തിത്വം പുലർത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ അവർ ക്ഷണിക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും സമുദായ വിഭാഗത്തിന്റെ വക്താവായി മുദ്രയടിക്കപ്പെടുന്ന സാഹചര്യം ക്ഷണിച്ചു വരുത്തരുത്. കോൺഗ്രസിൽ സ്ഥാനം നേടുന്നതിന് സമുദായ സംഘടനാ നേതാക്കളുടെയും മതമേലധ്യക്ഷന്മാരുടെയും സഹായവും ശുപാർശയും ആര് നേടിയാലും നിന്ദ്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ ഒരു ഭാഗ്യശക്തിയെയും അനുവദിക്കരുതെന്നും ചെറിയാമ്പലിപ്പ് ചൂണ്ടിക്കാട്ടി. അതേസമയം ഇതിനെതിരെ സതീശന്റെ സമീപനങ്ങളോട് ശക്തമായ എതിർപ്പുള്ള മറുചേരിയും സജീവമാണ്. സതീശൻ പുറമേക്ക് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ചെന്നിത്തലയ്ക്കെതിരെ ഒളിയുദ്ധം നടത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. അതിന്റെ ആദ്യ വെടിയാണ് ചെറിയാമ്പലിപ്പ് പൊട്ടിച്ചത്. വരുന്ന ആളുകളിൽ ചെന്നിത്തല വിരുദ്ധ നീക്കം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് സതീശനും ചെന്നിത്തലയും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പോരും മുറുക്കുകയാണ്. ചെന്നിത്തല ഗ്രൂപ്പ് വിശാലമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൂടെ കൂടിയിട്ടുണ്ട്. അതേസമയം ശശി തരൂരും KC വേണുഗോപാലും ഉടുപ്പം തയ്പ്പിച്ച് കാത്തിരിക്കുന്നവരാണ്. മനസ്സുകൊണ്ട് KC വേണുഗോപാൽ സതീശനൊപ്പമാണ്. ഒടുവിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവുമായി KC വേണുഗോപാൽ പറന്നിറങ്ങാനാണ് സാധ്യത. അതിനുവേണ്ടിയാണ് KC കരുക്കൾ നീക്കുന്നത്.